സെന്റ് ഭൂമി തന്നെയാണ്. അപ്പൊ മറ്റേ 5 സെന്റ് ഭൂമിയിൽ എത്ര മരങ്ങൾ വെക്കാം? 20 എണ്ണം. പക്ഷെ ഇതില് 1 സെന്റ് ഭൂമിയിൽ ഇതൊരു കേവ് മോഡൽ കോട്ടേജ് ആണ്. ഓക്കെ, ഇത് മൊത്തം ഇതിന്റെ റൂഫിൽ എന്താ മൊത്തം ഗ്രാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇതിന്റെ ഈ ഒരു ബോട്ടം കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് വിശാലമായിട്ട് നീന്തി കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത്? ഓക്കെ, ഇതിന് ചുറ്റും 16 മരങ്ങളുണ്ട്. ഇങ്ങനത്തെ 150 എണ്ണമാണ് നമ്മൾ അടുത്ത പ്രൊജക്റ്റ് ആയിട്ടുള്ള നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗുണം ഈ ഒരു ഗ്രാസ് മുകളിൽ വന്നാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പത്രം തന്നിട്ടുണ്ട്, കണ്ടല്ലോ, കേരള കൗമുദി. അപ്പൊ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പത്രക്കാർ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം നമുക്കിനി വരാൻ പോകുന്നത് അല്ലെ, അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ 1 കൊല്ലം 15 ദിവസം ഇവിടെ താമസിച്ചാൽ മതി. ചോദ്യം, നിങ്ങൾ ഇനിയുള്ള ജീവിതം ഹോസ്പിറ്റലിൽ പോയി ജീവിക്കണോ, അല്ലെങ്കിൽ വർഷത്തിൽ 15 ദിവസം ഇവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല ടോക്സിൻസും റിമൂവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് തിരിച്ചു വരാന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്രമല്ല, തൊട്ടപ്പുറത്തൊരു 12 ഏക്കർ സ്ഥലത്ത് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും, ഫ്രൂട്ട്സ്, ചിക്കൻ, ഫിഷ്, എഗ് എല്ലാം വിഷരഹിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ക്ലിയർ ആയല്ലോ? ഈ 12 ഏക്കറിൽ റിസോർട്ട്, ചന്ദനം. മറ്റേ 12 ഏക്കറിൽ ഇവിടേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇത് കൂടാതെ ഇതിൽ 4 ഏക്കറിൽ കോമൺ അമ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇതിൽ വരുന്നത് 1 മാസ്റ്റർ ബെഡ്റൂം, 2 പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ, 3 വാട്ടർഫോൾസ്, എയർ കണ്ടീഷൻ, കാർ പാർക്കിംഗ്, സ്വിമ്മിംഗ്, കോമൺ സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, റെസ്റ്റോറന്റ്, ഓഡിറ്റോറിയം, മിനി സൂ, തിയേറ്റർ, ഓർഗാനിക് ഫാമിംഗ്, ആയുർവേദിക് സ്പാ, ഫ്ലോട്ടിംഗ് വെൽനസ് സ്പാ, ദെൻ യോഗ, ഫിഷിംഗ്, ബോട്ടിംഗ്, ക്യാമ്പ് ഫയർ, റെയിൻ ഡാൻസ്, DJ ഹാൾ. ഇങ്ങനെ ഒരുപാട് കോമൺ അമ്യൂണിറ്റീസ് കൂടി ഇതിലുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ ആള് വരൂ. ഓക്കെ, എങ്കിൽ ഇതിന്റെ വില എത്രയാണ്? 1,50,00,000 രൂപയാണ്. ഇതിന്റെ 5 സെന്റ് ഭൂമിയുടെ ഈ ഒരു 16 മരങ്ങളുടെ വില 1.5 കോടി രൂപയാണ്. ഇത് 1.5 കോടിക്ക് വാങ്ങിയാൽ എന്താണ് നമുക്കിട ലാഭം നോക്കാം. ഓക്കെ, പക്ഷെ ഇന്നത്തെ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് 1.25 കോടിക്ക് ഇത് വാങ്ങാന്നുള്ളതാണ് അടുത്തൊരു പ്ലസ് പോയിന്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് 3 ടൈപ്പ് വരുമാനമാണ്. മറ്റേന്നോ 2 വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. 1 കൾട്ടിവേഷനും, 2 ഭൂമി മറിച്ചിപ്പിടുത്ത വരും. ഇവിടെ 3 ടൈപ്പ് വരുമാനം. 1 വാടക, 2 കൾട്ടിവേഷൻ, 3 ലാൻഡ് അപ്രിസിയേഷൻ. അപ്പൊ എന്താണ് ഇതിന്റെ വാടക നോക്കാം. അതായത് ഇത് ഒരു ദിവസം വാടക കൊടുക്കുന്നത് 20,000 രൂപയായിട്ടാണ്. ഓക്കെ, 20,000 രൂപ വെച്ച് 30 ദിവസം വാടക കൊടുത്താൽ കിട്ടുന്ന വാടക എത്രയാ? 6 ലക്ഷം രൂപ. ഇതിന്ന് ചെലവെല്ലാം കഴിച്ച് ബാക്കി 4 ലക്ഷം രൂപ ഇതിന്റെ ഉടമസ്ഥന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പൊ നമ്മൾ നേരത്തെ എത്ര വേണം, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞേ? 3,33,333 രൂപ. ഇവിടെ ഇപ്പൊ എത്രയായി? 4 ലക്ഷം അല്ലെ? ഇത് മറികടന്നു. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് 3 ലക്ഷം മാസം വരുമാനം എന്ത് ചെയ്താൽ മതി? ഇതൊരെല്ലാം വാങ്ങിയാൽ മതി. പക്ഷേ ഇത് വാങ്ങാനായിട്ട് എത്ര പൈസ കയ്യിൽ വേണം? 1,25,00,000 രൂപ കയ്യിൽ വേണം. പക്ഷേ അവിടെ ഈ കമ്പനി ചെയ്ത് മറ്റൊരു കാര്യം, ഇത് ഒറ്റയ്ക്ക് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ ഏകദേശം 600-700 വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ലക്ഷം രൂപ വെച്ചിട്ട് 125 ആക്കി ഷെയർ ആവും. ഓക്കെ, അപ്പൊ എന്താ ഗുണം? 125 പേരിലെ പേരിലും പ്രോപ്പർട്ടി ആധാരം ചെയ്തു തരുന്നു. വാടക എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ 6 ലക്ഷം രൂപ കിട്ടി തരും. അപ്പൊ അതിനെന്ത് ചെയ്യും? 125 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 4,800 രൂപ. ക്ലിയർ ആയല്ലോ? സൗമ്യ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 9,600. സത്യം ചേട്ടൻ 4 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. എത്ര കിട്ടും? 19,200. അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുന്നു. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഒന്നാമത്തെ വരുമാനമാണ് റെന്റൽ ഇൻകം. ഇനി രണ്ടാമത്തെ വരുമാനമാണ് യെസ് കൾട്ടിവേഷൻ ഇൻകം. കൾട്ടിവേഷൻ എന്താ? 16 ചന്ദനമരങ്ങളുണ്ട്.
ഇതിൽ നിന്ന് എന്ത് കിട്ടും? 2 കോടി മുതൽ 4 കോടി രൂപ 16 മരങ്ങളിൽ നിന്ന് വേറെ കിട്ടും. മൂന്നാമത്തെ ലാൻഡ് അപ്രീസിയേഷൻ. അതായത് ഈ ഭൂമി ഇന്ന് വാങ്ങി 10-15 വർഷം കഴിഞ്ഞ് വിറ്റാൽ ഇതിനേക്കാളും 5 ഇരട്ടി വിലക്കെങ്കിലും വിൽക്കാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? ഇന്ന് 1.25 കോടിക്ക് വാങ്ങി 10 കൊല്ലം കഴിഞ്ഞാൽ അത് 5 കോടിക്ക് വിൽക്കാം. ഇത്ര പൈസ കിട്ടുകയും ചെയ്യും. എങ്ങനെയായിരിക്കും? എന്താ കാരണം? അതായത് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ സാധനത്തിനുള്ളൂ. അതിന്റെ പേരാണ് ഭൂമി. കാരണം കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം ടോട്ടൽ 96 ലക്ഷം ഏക്കർ. ഇനി കേരളത്തിൽ വിൽക്കാനായിട്ട് ആകുള്ളത് 10 ലക്ഷം ഏക്കർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ പല സ്ഥലങ്ങൾ, ബാംഗ്ലൂര് സെന്റ് മേക്കർമാര് സ്ക്വയർ ഫീറ്റ് ആയി, ബോംബെയില്, UP-യിൽ ഇവിടൊക്കെ എന്തായി? സെന്റും ഇല്ല, ഏക്കറും ഇല്ല. ഇപ്പൊ തന്നെ കൊച്ചിയില് സ്ക്വയർ ഫീറ്റ് ആയി, അല്ലെ? ഇനി 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ വിൽക്കാൻ ഭൂമി ഉണ്ടാവില്ല. ആകെ 10 ലക്ഷം ഏക്കറേ ഉള്ളൂ, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സത്യം ചേട്ടാ, നമ്മളെ കുട്ടികള്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതായിരുന്നു? ചൈനയായിരുന്നു. നമ്മുടെ മക്കൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു? ഇന്ത്യ ആയിട്ട് മാറി. അപ്പൊ എന്താ സംഭവിച്ചേ? നമ്മളെ മക്കൾ പഠിച്ചപ്പോൾ ലോകത്തിൽ ജനസംഖ്യയുള്ള രാജ്യം ചൈന, മക്കൾ പഠിച്ചപ്പോ ഇന്ത്യ. എന്താ സംഭവിച്ചത്? അതായത് ഇന്ന് ഇന്ത്യയെ 1ാം സ്ഥാനത്ത് എത്തിച്ചു. എന്തില്? ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ. ആ കാര്യത്തിൽ സത്യം ചേട്ടൻ തോപ്പിക്കാൻ ആവില്ല മക്കളെ, ഈ കാര്യത്തിൽ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചതിൽ സത്യം ചേട്ടൻ മാത്രമല്ല പങ്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിന് പങ്കുണ്ടോ? ആ പങ്കെടുത്തവർക്ക് കൈയടിച്ച്, പങ്കെടുത്തവർക്ക് കൈയടിച്ച്, പങ്കെടുത്തവർ മാത്രം ഞാനുണ്ട്, അല്ലേ? ഈ കാര്യത്തിൽ നമ്മളെ തോപ്പിക്കാൻ ആവില്ല മക്കളെ, അല്ലെ? അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാം? 10 കൊല്ലം കഴിയുമ്പോ ഇതിന് വില കുറവുണ്ടാവോ? നമ്മുടെ മക്കൾക്ക് ഇതിനല്ല പണി, അല്ലെ? അപ്പൊ എന്ത് പറ്റും? വീണ്ടും ജനസംഖ്യ കൂടും. അപ്പൊ എന്ത് പറ്റും? ഭൂമി ഇല്ലെന്നേ. ആ സമയത്ത് എന്ത് ചെയ്യാം? ഇത് 5 ഇരട്ടിക്കും 10. ഇതിന് ഗുണം അറിയാം. ഇത് മാസം 3 ലക്ഷം വരുമാനം കിട്ടുന്ന സാധന, അല്ലെ? അപ്പൊ സാധാ വിൽക്കുന്നതിനേക്കാളും ഇരട്ടി വിലക്ക് ഇത് വിൽക്കാം. കാരണം എന്താ? ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആണോ? സാധാരണ ഭൂമി 5 ഇരട്ടിക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 10 ഇരട്ടിക്കെങ്കിലും വിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനേക്കാളും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതാ? ആണോ? അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇതാണ് 2ാമത്തെ പ്രൊജക്ട്. 3ാമത്തെ പ്രൊജക്റ്റ് ആണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ്. നേരത്തെ പറഞ്ഞു ഇത് 12 ഏക്കറിലാണ് ഈ പ്രൊജക്ട് വരുന്നത്. ഇതില് 60 കോട്ടേജുകളും അതോടൊപ്പം തന്നെ ഇതിൽ ചിക്കൻ, എഗ്, ഫിഷ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികളും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഓൾറെഡി ഇത് 100 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ആണ്. ഇതിൽ പറയാം ഫാം ടൂറിസം, ഇതിലെല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് 7 ഏക്കറും സാൻഡൽവുഡ് റിസർച്ച് സെന്റർ 1 ഏക്കറും ഫ്രെയിം കോട്ടേജിൽ 60 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 6 എണ്ണമാണ്. മറ്റേതില് 3 എണ്ണമായിരുന്നു, ഇതിൽ 6 എണ്ണമുണ്ട്. ഓക്കെ, അതില് ഫാമിങ്ങിന്റെ ഉണ്ട്, ടൂറിസത്തിന്റെ ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, നഴ്സറി ഉണ്ട്, റിസർച്ച് സെന്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ ലാൻഡ് അപ്രീസിയേഷൻ. ഇതിന്റെ ഗുണം, ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 100 കോടി ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങാം. ഇത് പറ്റില്ല, പകുതി മുക്കാലം കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ കൊടുത്ത് ഇതിന്റെ പാർട്ട്ണർ ആകാം. അപ്പൊ ടോട്ടൽ ഇത് 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. 10,000 ഷെയറുകൾ 1 ലക്ഷം രൂപ. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കമ്പനിയുടെ പേര് ജസ്പെയ്ഡ് ഫ്രാഗ്രൻസ് എന്നാണ്. ഈ ജസ്പെയ്ഡ് ഫ്രാഗ്രൻസിന്റെ പേരിലാണ് ഈ ഭൂമി ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഓരോ ലക്ഷം രൂപ ഇടുമ്പോഴും ഈ ജസ്പെയ്ഡ് ഫ്രാഗ്രൻസിന്റെ പാർട്ട്ണർ ആകുന്നു. ഓക്കെ, ഭൂമി ആരുടെ പേരില്ല? ഫ്രാഗ്രൻസിന്റെ പേരില്ല. ഈ കമ്പനി പാർട്ട്നേഴ്സ് ആരാ? നിങ്ങളാ. ഓക്കെ, അപ്പൊ കിട്ടുന്ന ലാഭം നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ആവറേജ് 15 കൊല്ലം കൂടി കിട്ടുന്ന ആവറേജ് തുക എന്ന് പറയുന്നത് 7,444 രൂപയായിരിക്കും. ആവറേജ് 15 കൊല്ലം കൊണ്ട് പെർ മന്ത് കിട്ടുന്ന ഒരു തുക 7,444. ഓക്കെ, അപ്പോ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ അല്ലെ, ഒന്ന് ബാക്ക് എടുത്തേ. ഈ പ്രൊജക്റ്റിന്
ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇത് 1,00,000 രൂപയുടെ പാർട്ട്ണർ ആകാൻ വേണ്ടി ഈ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് കമ്പനിയുടെ വക 1,00,000 ഫ്രീ ആയിട്ട് ഇന്നത്തെ ദിവസം മാത്രം തരുന്നതാണ്. പ്രത്യേകിച്ച് പറയാം, പേയ്മെന്റ് ഇന്ന് തരുന്നവർക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. 1,00,000 അതിന്റെ ഗുണിതം. 1 കൊടുത്താൽ 2, 2 കൊടുത്താൽ 4, 5,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ 10,00,000. അപ്പൊ എന്താ ഗുണം? സത്യം ചേട്ടാ, 10,00,000 5,00,000 ഇൻവെസ്റ്റ് ചെയ്തു എത്ര കിട്ടും? 5,00,000 ഇൻവെസ്റ്റ് ചെയ്താൽ 10,00,000 ആയിട്ട് മാറി. അപ്പൊ റിട്ടേൺ 74,440 രൂപ. ക്ലിയർ ആയല്ലോ? 5 ഇട്ടാൽ 37 കിട്ടുന്നിടത്ത് ഡബിൾ എമൗണ്ട് ആയിട്ട് അത് തിരിച്ചു കിട്ടുന്നതാണ്. റെഡി? ഇത് റീഫണ്ട് അടിക്കുമ്പോൾ മറ്റേത് കിട്ടുള്ളൂ. ബെനിഫിറ്റ് ആയിരിക്കും കിട്ടാൻ വേണ്ടി. ക്ലിയർ? യെസ്. അപ്പൊ നോക്കിയിട്ട് ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്, നമ്മൾ പുതിയ പ്രൊജക്ടുകളെ വെച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് നേരത്തെ പറഞ്ഞു, ഇവിടെ സമൂഹത്തിന്റെ എന്ത് പ്രശ്നമാണോ നമ്മൾ പരിഹരിക്കുന്നത് അതായിരിക്കണം നമ്മൾക്ക് പണം നേടിത്തരേണ്ടത്. ഇന്ന് സമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ആണോ? അല്ലെ? ഇന്ന് പല സ്ഥലങ്ങളിൽ വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, ഇതിന് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഈ വേസ്റ്റിനെ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി വെറും 15 മിനിറ്റ് കൊണ്ട് അത് കണ്ടുപിടിച്ച് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അപ്പുറം 34 പാറ്റന്റ് കിട്ടിയ കമ്പനിയാണ് ജസ്പേഡ് ഇന്റർനാഷണൽ. ഓക്കെ, ഇത് 45,000 കോടിയുടെ പ്രൊജക്ട് ആണ് ഇന്ത്യയിൽ മാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം കൊണ്ട് പറയാം, ഇത് വേറെ ആരെ കയ്യിലും ഇല്ല. അപ്പൊ ഒരു കാര്യം ആലോചിച്ചേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാ? സാൻഡ്വുഡ് പ്ലാന്റേഷൻ അപ്പുറത്ത് പോയി മേടിക്കാം, ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ് എവിടെയുള്ള? നമ്മുടെ കയ്യിലുള്ളൂ. ഇനി വേസ്റ്റ് മാനേജ്മെന്റ് എവിടെയുള്ളൂ? നമ്മുടെ കയ്യിലുള്ളൂ എന്നേ. അപ്പൊ ഞാനെന്താ പറഞ്ഞേ, നമ്മളെപ്പോഴും യുണീക്ക് ആയിട്ടുള്ള, മറ്റാരുടെ കയ്യിലും ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോഴാണ് കൂടുതൽ പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു. സ്കൂൾ സാധാ സ്കൂളല്ല. ഈ സ്കൂളിലെ പ്രത്യേകത എന്താ? മറ്റേ സ്കൂളിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ ജീവിത വിജയം എങ്ങനെ പഠിപ്പിക്കും? ദാറ്റ് ഈസ് ജസ്റ്റ് ഹൊറൈസൺ. റൈറ്റ്? ക്ലിയർ? ദെൻ അടുത്തതാണ് 100 വില്ലകളും 500 ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് ഒരു 5 സ്റ്റാർ അക്കോമഡേഷൻ നെടുമ്പാശ്ശേരി മലയാറ്റൂരിൽ. ഇത് 1000 കോടി പ്രൊജക്റ്റ് ആണ്. ഇതും അടുത്തത് അപ്കമിങ് ആണ്. ഓക്കെ, ഇനി ഓൾറെഡി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കാലിക്കറ്റ് സമോറിയ 482 ടവറിലായിട്ട് ഫ്ലാറ്റുകൾ. ഇതൊക്കെ ഓൾറെഡി ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനി റണ്ണിങ്ങിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന 3 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് കേട്ട നിങ്ങൾക്ക് യെസ് 3 തരത്തിലെ ഇപ്പൊ ഇന്ന് ഒരുപാട് എടുത്ത് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? ഓക്കെ, ബാക്ക്. യെസ്. അപ്പൊ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടി? ചോദ്യം ഇതാണ്, എന്തിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, ഒരു കണക്കൊന്ന് നോക്കാം. അതായത് ഒരു ശരാശരി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന വയസ്സ് എത്ര, അല്ലെ? ഇതിൽ പറയണത് 1924 ഒരു ശരാശരി മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന വയസ്സ് 30-35 വയസ്സ് വരെ ആയിരുന്നു. അതായത് നമ്മുടെ കാരണന്മാർ അവർക്ക്, അല്ലെ, പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് ശിശു മരണനിരക്ക് കൂടുതലായിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ മരണപ്പെട്ട 60% കുട്ടികൾ മരിക്കുമ്പോൾ 40% കുട്ടികൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. കാരണം എന്താ? പണ്ട് പ്രസവം എടുക്കുന്നത് ആരാ?